ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസുഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൂപ്പർ ഡാൻസ് അല്ലേ വാവച്ചി? അടിപൊളി പെർഫോമൻസ് ആണ്. ഞങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ഇവിടെ തോന്നുന്നില്ല ഈ ഡാൻസ് പ്രോഗ്രാമുകളൊന്നും മാറ്റാൻ തോന്നുന്നില്ല കേട്ടോ. നമ്മൾ സംസാരിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് നമ്മുടെ ഇതിന്റെ മേലിൽ നമ്മൾ സംസാരിക്കുന്നതും ഈ വീഡിയോ നമ്മൾ കളയാതെ തന്നെ ഇത് ചെറിയൊരു പാട്ടോട് കൂടി ഇട്ടിരിക്കുന്നത്. സൂപ്പർ ഡാൻസ്. ആ കൊച്ചുങ്ങളുടെ ആ ഒരു ഡാൻസിനോടുള്ള പാഷൻ അത് നമുക്ക് പറയേണ്ട ഒരു കാര്യം. അടിപൊളി തന്നെയാണ്. അവരൊന്നും അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത് ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ ഡാൻസിൻ്റെ എന്ന് ഞാൻ വേറെ ലെവലാണ്. നമ്മളിപ്പോൾ ഞാൻ ഇതിലിരുന്ന് എന്ത് പറയാണ്, വിധികർത്താവൊന്നും അല്ല, നമ്മൾ മത്സരാർത്ഥിയും വിധികർത്താവ് അങ്ങനെയുള്ളൊരിതൊന്നുമല്ല. പക്ഷേ നല്ലതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. എന്ന് പറഞ്ഞാൽ ഇവർ അവിടെയുള്ള കുട്ടികൾ ഓരോരുത്തരും ചെയ്ത ഓരോ പ്രോഗ്രാം അത് കാണിച്ചു തന്ന ഇത് നമുക്കായിട്ട് കാണിച്ചു തന്ന കലാഭമണി സേവാ സമിതിയിലെ സംഘാടകരോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രോഗ്രാമായിരുന്നു. നമ്മൾ വേറെ ഒരുപാട് ലോ പ്രോഗ്രാമുകൾ, ഹൈ ലെവലിലുള്ള പ്രോഗ്രാമുകൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ കളഞ്ഞിട്ട് പോയ സമയങ്ങളും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇരുന്നാൽ അവർ അവിടെ ഇരിക്കും, അനങ്ങത്തില്ല. അവരുടെ പ്രോഗ്രാം എൻ്റെ മോള് തന്നെ, മീനൂട്ടി തന്നെ, ബാക്കിൽ ഇരുന്ന മീനൂട്ടിയാണ് അവരുടെ ഡാൻസ് കണ്ടിട്ട് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓടി ഫ്രണ്ടിൽ പോയി. ഞാൻ കണ്ടോളാൻ വയ്യെന്ന് പറഞ്ഞാൽ അപ്പപ്പ ഞാൻ പോയി കണ്ടോട്ടെ എന്ന് വെച്ചാൽ അടുത്ത് പോയി കണ്ടോട്ടെ. ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അടുത്ത് പോയതാണ് കേട്ടോ. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അടുത്ത് നമ്മുടെ പുതുമുഖ നടൻ ഈഗു എന്ന് പറയുന്ന ഒരു ഫിലിമിന് വേണ്ടി ശ്രാവൺ കുടത്തൂർ എന്ന് പറയുന്ന ഒരു യുവ നടന് അവാർഡ് കൊടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എത്തിയത് കേട്ടോ. അദ്ദേഹം തിരക്ക് പ്രമാണിച്ച് എത്തിയിട്ടില്ലായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ മറ്റുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുരസ്കാരങ്ങൾ. അപ്പോൾ വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് പുരസ്കാരം നേരിട്ട് വാങ്ങിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ പിന്നും ഏറ്റുവാങ്ങുന്നുണ്ട് കേട്ടോ. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് താമസിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ അവർ ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് അവർ വരാൻ പറയുന്നുണ്ട്, വേദിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. പ്രോഗ്രാമുകളൊക്കെ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം വളരെ കുറച്ചിട്ടാണ്. ഞാൻ 1 മണിക്കൂറിനിടയ്ക്കൊക്കെയാണ് 1-2 അവാർഡ് കൊടുത്ത ശേഷം പിന്നെയാണ് ഒരു പ്രോഗ്രാം നടത്താന്ന് വെച്ചത്. അതെ, പ്രോഗ്രാം എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മുഷിക്കത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവന്ന നമ്മുടെ മണിച്ചേട്ടൻ്റെ പേരിനുള്ള പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും അത് കഴിഞ്ഞ വീഡിയോയില് വാവ സുരേഷ് പഴയ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സൂപ്പർ നിറവ് 2025 ഇത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രവർത്തകൻ, നമ്മുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി, നമ്മുടെ മണിച്ചേട്ടനോടുള്ള ഒരു ബഹുമാനത്തോടു കൂടിയാണ് ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നത്. അതിനുശേഷം പിന്നും നമ്മുടെ DYSP അനിൽ സാർ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഓരോരുത്തരെയും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കവർ ചെയ്തുകൊണ്ട് പോയിക്കും നമ്മുടെ അജിൽ മണിമുത്ത് എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ. ഈ ചേട്ടനാണ് ഇതിൻ്റെ അമരക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ ചേട്ടനില്ലെങ്കിൽ നമ്മുടെ ഈ കലാഭവൻമണി സേവാ സമിതി ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. അത്രയും ഇതിൻ്റെ മൊത്തത്തിൽ ഈ നമ്മുടെ ഈ സേവാ സമിതിയുടെ അമരക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ അജിൽ മണിമുത്ത് ചേട്ടനാണ് കേട്ടോ. ഇപ്പോൾ ചേട്ടനാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് സംഘാടകർ ചേട്ടൻ്റെ കൂടെ ഉണ്ട്. ചേട്ടന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. അത് ചേട്ടൻ പറയുന്നുണ്ട്. നിങ്ങളുടെ വഴിയെ ചേട്ടൻ്റെ വാക്കുകളിൽ നിങ്ങളൊന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി വരിക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ആൾക്കാരുണ്ട്. അവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ വരണം
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ നമ്മുടെ മൈക്കിലൂടെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ DYSP സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ 11 വർഷമായി കലാഭവൻ സേവന സമിതിയുമായി ആത്മബന്ധം ഉള്ളതാണ്. 2014 ആറ്റിങ്ങിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വരുമ്പോൾ ചെറിയ ഒരു സംഘടനയായിരുന്നു കലാഭവൻ സേവന സമിതി. അതിൻ്റെ വളർച്ചയിൽ കുറച്ച് സംഭാവനകൾ ചെയ്യാൻ എനിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞു. അതിനുശേഷം എല്ലാ പരിപാടികൾക്കും അതിൽ വിളിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്, വരാറുണ്ട്. ഇന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. കാരണം ഞാൻ കാഞ്ഞിരപ്പള്ളി DYSP ആണ്. അവിടെ എരിമേലി നമുക്കറിയാം ശബരിമലയുടെ പ്രവേശന കവാടമാണ്. അവിടെ ഭയങ്കര തിരക്കും ഒക്കെ വന്നപ്പോൾ ഇത് അയ്യപ്പന്മാരെ തടയേണ്ടിയൊക്കെ വന്നു. അപ്പോൾ വരാൻ പറ്റുന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയായപ്പോൾ ആ തെക്കും തിരക്കൊക്കെ അവസാനിക്കുകയും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. എല്ലാവർക്കും നവവത്സര ആശംസകൾ നേരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പരിഭവം പറയുന്ന കാര്യമില്ല. ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. മുന്നോട്ട് പോവുക. കഴിഞ്ഞ കുറേ വർഷമായി ഈ പുറകോട്ട് വലിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അജിൽ മണിമുത്ത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കലാഭവൻ മണിയുടെ പേരിലുള്ള ഈ സംഘടന അങ്ങനെ പുറകോട്ട് പോയില്ല. അജിൽ ധൈര്യമായിട്ട് നിൽക്കുക, മുന്നോട്ട് തന്നെ പോകാം. ഞങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും ഉണ്ടാകും. നന്ദി, നമസ്കാരം. കലാഭവൻ മണി പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ റഹീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ റഹീം. അതിനുശേഷം നമ്മുടെ റഹീം എന്ന് പറയുന്ന ഒരു സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പുരസ്കാരം കൊടുക്കുന്നതിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. റഹീം എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പോൾ പുരസ്കാരം വാങ്ങാൻ നിൽക്കുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇവിടെ ഓരോ പുരസ്കാരങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൾട്ടി ലെവലിലുള്ള പുരസ്കാരങ്ങളാണെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടാണ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. പല തരത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ഒരു മോളെന്ന് പറയുമ്പോഴത്തേക്ക് ആ മോള് നൃത്തത്തിൽ ഏറ്റവും യുവ നടി പോലെ തന്നെയാണ്. അല്ലേ, എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡാൻസൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു മോള്. ആ മോൾക്ക് നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് അശ്വതി എന്ന് പറയുന്ന മേഡമാണ് പുരസ്കാരം കൊടുത്തത് കേട്ടോ. ആ മോൾക്ക് വളരെ സന്തോഷമായി. മോള് നേരത്തെ തന്നെ ഈ അശ്വതി മേഡമായിട്ടൊക്കെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി പോയത്. അപ്പോഴാണ് പുരസ്കാരം അശ്വതി മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മോൾക്ക് വാങ്ങിക്കാനുള്ള അവസരം കിട്ടിയത്. എന്തുകൊണ്ടും അടിപൊളി തന്നെയായിരുന്നു പുരസ്കാര രാവ്. വളരെ ഒരു നിറവ് 2025 എന്നുള്ളത് ന്യൂ ഇയറിൽ തന്നെ എല്ലാവർക്കും ഒരു നിറവ് തന്നെയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് കേക്ക് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഓരോ കുഞ്ഞു മക്കൾക്കായിട്ട് കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ കുഞ്ഞു മക്കളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടുത്തെ ഒരു ചേച്ചി എല്ലാവർക്കുമായിട്ട് പങ്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ മീനൂട്ടിയും കേക്ക് വാങ്ങി കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ ഓരോ പുരസ്കാരങ്ങൾ പിന്നും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ പിന്നും നമ്മുടെ അശ്വതി മേഡം വേറെ ചേർന്ന് വേറെ ആൾക്കാർക്കുമായിട്ടൊക്കെ പുരസ്കാരങ്ങൾ കൊടുത്തു. പിന്നെ ഓരോരുത്തർ ഇതിൽ കലാമണി സേവാ സമിതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നല്ല സഹായങ്ങൾ ചെയ്ത ഒരുപാട് പേരെടുത്ത് നമ്മുടെ മണിമുത്ത് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് സഹായങ്ങൾ ഹസ്തവുമായി വന്നിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.